പരിശുദ്ധനായ കർത്താവിൻ്റെ നാമം എന്ന പ്രഭാതത്തിൽ വാഴ്ത്തപ്പെടുമാറാകട്ടെ. ആത്മീയ ചിന്തകളിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവരെയും വളരെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. ഈ പകൽക്കാലം കർത്താവിനാൽ അനുഗ്രഹിക്കപ്പെട്ട ഒരു പകൽക്കാലമായി തീരട്ടെ എന്ന് ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായം 9 മുതലുള്ള വാക്യങ്ങൾ. യഹോവയായ ദൈവം മനുഷ്യനെ വിളിച്ചു, നീ എവിടെയെന്ന് ചോദിച്ചു. തോട്ടത്തിൽ നിൻ്റെ ഒച്ച കേട്ടിട്ട് ഞാൻ നഗ്നനാകുകൊണ്ട് ഭയപ്പെട്ട് ഒളിച്ചു എന്ന് അവൻ പറഞ്ഞു. യഹോവയായിരിക്കുന്ന ദൈവം ഏദെൻ തോട്ടത്തിൽ ഇറങ്ങി വന്നപ്പോൾ മനുഷ്യൻ കർത്താവിൻ്റെ അടുക്കലേക്ക് ഓടിയെടുക്കേണ്ട സ്ഥാനത്ത് അവർ ഓടി മറഞ്ഞു. അപ്പോൾ ദൈവം ചോദിക്കുന്നുണ്ട്, നീ എവിടെയാണ്? അപ്പോൾ മനുഷ്യൻ പറയുകയാണ്, ഞാൻ നഗ്നനാകൊണ്ട് ഞാൻ ഭയപ്പെട്ട് ഒളിച്ചു. ദൈവം ചോദിക്കുന്നു, ഞാൻ തിന്നരുതെന്ന് കൽപ്പിച്ച വൃക്ഷത്തിൻ്റെ ഫലം നീ തിന്നുവോ? അപ്പോൾ ആദമിൻ്റെ മറുപടി ഇപ്രകാരമായിരുന്നു, എന്നോട് കൂടെ ഇരുപ്പാൻ നീ തന്നിട്ടുള്ള സ്ത്രീ വൃക്ഷഫലം തന്നു, ഞാൻ തിന്നുകയും ചെയ്തു. അപ്പോൾ ഇവിടെ തെറ്റാരുടെ ഭാഗത്തായി? ദൈവത്തിൻ്റെ ഭാഗത്തായി. അവൻ തെറ്റ് ചെയ്തു, പക്ഷേ താനത് തെറ്റ് ചെയ്തു എന്ന് പറയേണ്ട സ്ഥാനത്ത്, അല്ലെങ്കിൽ ദൈവം ചോദിച്ച് നീ ഭക്ഷിച്ചുവോ, തിന്നുവോ? തിന്നു, അല്ലെങ്കിൽ ഇല്ല. ഇതിന് പകരമായിട്ട് അവൻ മറുപടി കൊടുക്കുന്നത്, നീ എനിക്ക് കൂട്ടായി തന്ന സ്ത്രീ തന്നു, ഞാൻ ഭക്ഷിച്ചു. ചെയ്ത് തെറ്റാണെന്ന് പറയുവാൻ, അംഗീകരിപ്പാൻ കഴിയാതെ മറ്റൊരു വ്യക്തി കാരണം എനിക്ക് സംഭവിച്ചു എന്ന് മനുഷ്യൻ പറയുകയാണ്. സ്ത്രീയോട് ദൈവം ചോദിക്കുന്നുണ്ട്, നീ ചെയ്തത് എന്ത് എന്ന് ചോദിച്ചതിന് പാമ്പെന്നെ വഞ്ചിച്ചു, ഞാൻ തിന്നുപോയി എന്ന് സ്ത്രീ പറഞ്ഞു. അപ്പോൾ സ്ത്രീയും പറയുന്നത്, എൻ്റെ തെറ്റല്ല, പാമ്പെന്നെ വഞ്ചിച്ചു. അവൾ തെറ്റ് മുഴുവനും പാമ്പിൽ അടിച്ചേൽപ്പിക്കുക. പാമ്പിനാൽ വഞ്ചിക്കപ്പെടാതെ പാമ്പിൻ്റെ തന്ത്രങ്ങളോട് ശക്തമായി മറുപടി കൊടുത്ത് അവനെ തോട്ടത്തിൽ നിന്ന് പുറത്ത് കളയുവാൻ അധികാരമുണ്ട്. കാരണം മനുഷ്യനെ സൃഷ്ടിച്ച ദൈവത്തിൻ്റെ തിരുവെഴുത്ത് നമ്മൾ പഠിക്കുമ്പോൾ നമ്മൾ കാണുന്നത് ഇപ്രകാരമാണ്. 1-ാം അധ്യായം 28-ാമത്തെ വാക്യം. നിങ്ങൾ സന്താനപുഷ്ടിയുള്ളവരായി പെരുകി ഭൂമിയിൽ നിറഞ്ഞ് അതിനെ അടക്കി സമുദ്രത്തിലെ മത്സ്യത്തിന്മേലും ആകാശത്തിലെ പർവ്വജാതിയിന്മേലും സകല ഭുജര ജന്തുക്കളിന്മേലും വാഴുവിൻ. അപ്പോൾ സകല ജീവജാലകങ്ങളുടെ മേലും വാഴുവാനുള്ള അധികാരം മനുഷ്യനുണ്ട്. ദൈവം കൊടുത്തിരിക്കുക. പാമ്പിൻ്റെ മേലും വാഴുവാൻ, പാമ്പിൻ്റെ മേൽ വാഴുവാനുള്ള അധികാരമുള്ളപ്പോൾ തന്നെ പാമ്പിന് തങ്ങളുടെ മേൽ വാഴുവാനുള്ള അവസരം മനുഷ്യനിട്ട് കൊടുത്തു. അപ്പോൾ അവർ രണ്ടുപേരും ചെയ്ത തെറ്റ് ചെയ്തുപോയെന്ന് പറയുവാൻ കഴിയാതെ പുരുഷൻ സ്ത്രീയിലേക്ക്, സ്ത്രീ പാമ്പിനെയും പടിചാരുകയാണ്. ഇന്നും അതുതന്നെയാണ് സംഭവിക്കുന്നത്. ഒരു മനുഷ്യൻ ഒരു തെറ്റ് ചെയ്താൽ അത് അംഗീകരിക്കത്തില്ല. മറ്റുള്ളവനായി പഴിക്കുകയാണ്, ദുഷിക്കുകയാണ്. ഭാര്യ, ഭർത്താവ്, കുഞ്ഞുങ്ങൾ, മാതാപിതാക്കൾ, സഹോദരങ്ങൾ, സ്നേഹിതർ, സഭകൾ ഇങ്ങനെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. കാരണം ഇത് തുടങ്ങിയത് ഏദനിലാണ്, ഏദൻ തോട്ടത്തിൽ. എന്നാൽ ഇന്ന് പ്രഭാതത്തിൽ ദൈവത്തിൻ്റെ വചനം ശ്രവിക്കുന്ന പ്രിയമുള്ളവരെ, ജീവിതത്തിൽ തെറ്റ് പറ്റിയെങ്കിൽ, തെറ്റിപ്പോയെങ്കിൽ, കുറവ് സംഭവിച്ചുവെങ്കിൽ, കർത്താവേ സംഭവിച്ചു പോയി, എന്നോട് പൊറുക്കണമേ എന്നുള്ള പ്രാർത്ഥനയോടെ അടുത്തു വരുന്നുവെങ്കിൽ
കർത്താവ് പാപത്തെ ക്ഷമിക്കും. അങ്ങനെ ഒരു ജീവിതത്തിനുടമയായി ജീവിപ്പാൻ നമ്മളെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കാം യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ.